എല്ലാ ഫിനാൻഷ്യൽ എക്സ്പേർട്സും സജസ്റ്റ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ പാത്വേ, പേഴ്സണൽ ഫിനാൻസിലെ ഏറ്റവും നല്ലൊരു പാത്വേ അവർ പറയുന്നത് ടേം ഇൻഷുറൻസ് പ്ലസ് മ്യൂച്വൽ ഫണ്ട് ആണ്. പക്ഷേ ആക്സിസ് മാക്സ് ലൈഫിന്റെ സ്മാർട്ട് യൂലിപ് പ്ലാൻ, അതായത് അതിൽ ടേം കവറും ഉണ്ട്. ടേം കവറിന്റെ കൂടെ തന്നെ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് മ്യൂച്വൽ ഫണ്ടിലേക്കാണ് പോകുന്നത്. അതിന്റെ കൂടെ തന്നെ എന്തെങ്കിലും ഡിസബിലിറ്റി വന്നാലും നമ്മുടെ ഫാമിലിക്ക് അടുത്തുള്ള പ്രീമിയം അടയ്ക്കണ്ട എന്നുള്ള ഫീച്ചർ പോലെ ഒരുപാട് പുതിയ 3D ഫീച്ചർ, ഡെത്ത്, ഡിസീസ്, ഡിസബിലിറ്റി കവർ ചെയ്യുന്ന ഫീച്ചറും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഫീച്ചറാണ് സ്മാർട്ട് യൂലിപ് പ്ലാൻ എന്നുള്ളത്. അതായത് ഡെത്ത് സംഭവിച്ചാൽ ലൈഫ് കവറും അല്ലെങ്കിൽ ഡിസീസ് വന്നാൽ അടുത്ത പ്രീമിയം അടയ്ക്കേണ്ട, പ്രീമിയം അടച്ചു പോകുന്നതും പ്ലസ് മ്യൂച്വൽ ഫണ്ടിലേക്കാണ് ഇൻവെസ്റ്റ്മെന്റ് പോകുന്നത് എന്നുള്ള ഒരുപാട് പുതിയ കാര്യങ്ങളുമായിട്ടാണ് സ്മാർട്ട് യൂലിപ് പ്ലാൻ വന്നിട്ടുള്ളത്. സ്മാർട്ട് യൂലിപ് പ്ലാന്റെ എല്ലാ ഡീറ്റെയിൽസും അറിയാൻ വേണ്ടി വീഡിയോ അവസാനം വരെ കാണുക. ഈ ചാനൽ നിങ്ങൾ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ബിനോയ്. ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ് എന്ന ബാങ്കിങ് രംഗത്ത് കഴിഞ്ഞ 20 കൊല്ലമായി പ്രവർത്തിക്കുന്നു. അത് തന്നെ ഈ പ്ലാന്റെ നമുക്ക് റിയൽ ലൈഫ് എക്സാമ്പിൾ രീതിയിൽ തന്നെ നോക്കാം. അതായത് ഒരു 35 ഇയർ ഉള്ള രോഹിത് എന്ന് പറഞ്ഞ ആള് ഈ പ്ലാൻ എടുക്കുന്നു എന്ന് കരുതുക. അതായത് ആൾക്ക് ഒരു 2 വയസ്സുള്ള ഡോട്ടർ ഉണ്ട്. ആ ഡോട്ടറുടെ എഡ്യൂക്കേഷൻ ടൈമിലേക്ക് ഒരു കോർപ്പസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആൾ എടുക്കുന്നതെന്ന് കരുതുക. അപ്പോൾ ആൾക്ക് 2 റിസ്കുകളുണ്ട്. ഒന്ന്, എന്തെങ്കിലും ഡെത്ത് സംഭവിച്ചാൽ അതിനുള്ള കവറേജ് വേണം, പിന്നെ ആ സമയത്തേക്ക് ഒരു കോർപ്പസ് ഉണ്ടാക്കുകയും വേണം. ഇത് രണ്ടാണ് ആളുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. ആള് 2 ലക്ഷം രൂപ വെച്ചിട്ട് വർഷം ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. 15 കൊല്ലത്തെ ടേം ആള് സെലക്ട് ചെയ്യുന്നു. ഇതില് നമുക്ക് ഹാപ്പി പാത്ത്, അതായത് വേറെ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ആള് 15 കൊല്ലോ എല്ലാ കൊല്ലവും പ്രീമിയം അതിനുശേഷം ഒരു 2 കോടിയോ 3 കോടിയോ ആൾക്ക് കോർപ്പസ് ക്രിയേറ്റ് ആവുന്നു. അതായത് വേറെ ആൾക്ക് ഡെത്തോ ഡിസബിലിറ്റിയോ വേറെ ക്രിട്ടിക്കൽനെസ്സോ വരുന്നില്ല. ഹാപ്പി പാത്തില് അങ്ങനെ സംഭവിക്കുന്നു. ഇനി സിനാറിയോ ബി എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 3rd ഇയറിൽ രോഹിത്തിന് ഡെത്ത് സംഭവിക്കുന്നു എന്ന് കരുതുക. അങ്ങനെ വരുമ്പോൾ അടയ്ക്കുന്ന പ്രീമിയത്തിന്റെ 15 ടൈംസ് 30 ലക്ഷം രൂപ അപ്പോൾ തന്നെ ഫാമിലിക്ക് കൊടുക്കും ഈ പ്ലാനിൽ. അതുപോലെ തന്നെ ഇൻകം ബെനിഫിറ്റ് എന്ന് പറഞ്ഞൊരു ബെനിഫിറ്റ് ഉണ്ട്. അതായത് എല്ലാ കൊല്ലവും അടയ്ക്കുന്ന പ്രീമിയത്തിന്റെ 70%, ആനുവൽ പ്രീമിയത്തിന്റെ 70% എല്ലാ വർഷവും ഒരു സ്കോളർഷിപ്പ് ആയിട്ട് കുട്ടിക്ക് അല്ലെങ്കിൽ നോമിനിക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ കേസിൽ 3ാമത്തെ വർഷമാണ് മരിച്ചത്, അടുത്ത 12 കൊല്ലം 1,40,000 രൂപ വെച്ചിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ പ്രീമിയം ഫണ്ടിങ്, അടുത്തുള്ള പ്രീമിയംസ് ഒന്നും അടയ്ക്കണ്ട എന്നുള്ള ഒരു ഓപ്ഷനും ഇതിലുണ്ട്. അടുത്ത ഒരു പ്രീമിയം പോലും 2 ലക്ഷം വെച്ചിട്ട് പിന്നെ 12 കൊല്ലം അടയ്ക്കാനുണ്ട്, അത് അടയ്ക്കേണ്ട, അത് കമ്പനി തന്നെ അടച്ചോളും. അതിനുശേഷം 15ാമത്തെ വർഷം ഈ പറഞ്ഞ പോലെ 2 കോടിയോ 3 കോടിയോ രൂപ കുട്ടിക്ക് കിട്ടുകയും ചെയ്യും. അതായത് ഇതിലെല്ലാം ഇൻക്ലൂഡ് ആയി. അതായത് ഡെത്ത് സംഭവിച്ചുള്ള ഒരു സമ്മർഷോട് കിട്ടി, ഒരു സ്കോളർഷിപ്പ് ഉണ്ട്, അടുത്ത 12 കൊല്ലം കിട്ടിക്കൊണ്ടിരിക്കുന്നു, പ്രീമിയംസ് അടയ്ക്കേണ്ട, ഫൈനലി എമൗണ്ടും കിട്ടുന്നു. അതായത് നല്ലൊരു പാക്കേജാണിത്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ്, ഈ സ്റ്റാർ യൂലിപ് പ്ലാന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചർ ഒന്ന്, ക്രിട്ടിക്കൽ ഇൽനെസ് വന്നു കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ എക്സാമ്പിൾ 11ഓളം ക്രിട്ടിക്കൽനെസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫ്യൂച്ചർ പ്രീമിയംസ് അടയ്ക്കേണ്ട എന്നുള്ള ഫീച്ചർ അത് വേറെ പ്ലാനുകൾ, ടേം ഇൻഷുറൻസ് പ്ലാനുകളിലൊന്നുമില്ല. നമുക്ക് ഒരു ക്യാൻസർ, ഏതെങ്കിലും ഒരു ഡിസീസ്, 11 ഡിസീസിൽ ക്യാൻസർ ഡിറ്റക്ട് ചെയ്തു എന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രീമിയംസ്, ഫ്യൂച്ചർ പ്രീമിയംസ് ഒന്നും അടയ്ക്കേണ്ട, കമ്പനി പേ ചെയ്തോളും. ഈ 11 ഡിസീസിന്റെ ലിസ്റ്റ് വേണമെങ്കിൽ എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം, ഞാൻ ലിസ്റ്റ് അയച്ചു തരാം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ എന്തായാലും അമർത്തണം. അതുപോലെ തന്നെ അടുത്ത ഫീച്ചർ റിട്ടേൺ ഓഫ് ചാർജസ് ആണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ലൈഫ് ഇൻഷുറൻസിലൊക്കെ ചാർജസ് ആണ് എല്ലാവർക്കും, അതായത് യൂലിപ് പ്ലാൻസിലൊക്കെ ചാർജസ് ഒരുപാടുണ്ടെന്നുള്ളതാണ്. ഇത് 15 കൊല്ലവും കഴിഞ്ഞ്, അതായത് എത്രയാണോ ടേം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ ചാർജ് പിടിച്ചിട്ടോ ചാർജ് മുഴുവൻ തിരിച്ചു കൊടുക്കും എന്നുള്ള ഒരു ഓപ്ഷനും ഇതിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഗ്രോത്ത് തരുന്ന ഫണ്ട്സ് ഉണ്ട്, സസ്റ്റൈനബിൾ ഗ്രോത്ത് 50 നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട് എന്നുള്ള പറഞ്ഞ പോലെ നല്ല ഫണ്ടുകൾ ഇതിൽ അവൈലബിൾ ആണ്. കഴിഞ്ഞ ഒരു 5 ഇയേഴ്സിൽ 20% അടുത്ത് റിട്ടേൺ ഒരു IRR കൊടുത്തിട്ടുള്ളതാണ്. പാസ് പെർഫോമൻസ് വെച്ച് എടുക്കാൻ പറ്റില്ല, പക്ഷെ എങ്കിൽ പോലും 12 to 15% എന്തായാലും ഇന്ത്യൻ മാർക്കറ്റ് റിട്ടേൺ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് ഒബ്ജക്ഷൻസ് വരാൻ സാധ്യതയുള്ളത്, എന്തിനാണ് ഈ പ്ലാൻ എടുക്കുന്നത്? നമ്മുടെ പണ്ടത്തെ പോലെ തന്നെ ടേം ഇൻഷുറൻസ് പ്ലസ് മ്യൂച്വൽ ഫണ്ട് എടുത്താൽ പോരെ, ഒരു ടേം ഇൻഷുറൻസ് എടുക്കുക മ്യൂച്വൽ ഫണ്ട് എടുക്കുക എന്ന് പോലെ എന്ന് വെച്ചാൽ ക്രിട്ടിക്കൽ ഇൽനെസ് വന്നാൽ അല്ലെങ്കിൽ പെർമനന്റ് ഡിസബിലിറ്റി വന്നു കഴിഞ്ഞാൽ ഇതില്, അതായത് ക്രിട്ടിക്കൽ ഇൽനെസ് വന്നു, ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, മ്യൂച്വൽ ഫണ്ടിലെ പ്രീമിയം എങ്ങനെ അടയ്ക്കും? അതുപോലെ തന്നെ ക്രിട്ടിക്കൽനെസ് വന്നു കഴിഞ്ഞാൽ ഇതില് മറ്റേ ഇതും കിട്ടില്ല, അതായത് ഡെത്ത് സംഭവിച്ചാലേ നമുക്ക് ലൈഫ് കവർ കിട്ടുകയുള്ളൂ. ഇവിടെ എന്ന് വെച്ചാൽ ബാക്കിയുള്ള പ്രീമിയംസ് കമ്പനി അടയ്ക്കുമെന്നുള്ള ഒരു വലിയ ഒരു സംഭവം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, കുട്ടികളുടെ മാരേജ് പോലത്തെ ലോങ് ടേം ഫിനാൻഷ്യൽ ഗോൾസിൽ ഇത് വളരെ നല്ലൊരു പ്ലാനാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഇപ്പൊ ഇടയ്ക്ക് വെച്ച് ക്യാഷ് ആവശ്യമുണ്ടെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് പാർഷ്യൽ വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇത് സജസ്റ്റ് ചെയ്യപ്പെടുന്നതല്ല, പക്ഷെ എങ്കിൽ പോലും ഒരു ലിക്വിഡിറ്റി ഉള്ള ഒരു ഇൻഷുറൻസ് ആണെന്ന് അർത്ഥം.
ആക്സിസ് മാക്സ് ലൈഫിന്റെ സ്മാർട്ട് യൂലിപ് പ്ലാനിനെ കുറിച്ചുള്ള ഏകദേശ ഒരു വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. ഏകദേശം നിങ്ങൾക്കൊന്നും മനസ്സിലായെന്ന് കരുതുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം, എന്നെ വിളിക്കാം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ പ്ലാൻ പർച്ചേസ് ചെയ്യണമെങ്കിൽ എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം, എന്നെ വിളിക്കാം. ബെസ്റ്റ് ടേം ഇൻഷുറൻസ് കമ്പയർ ചെയ്ത് പർച്ചേസ് ചെയ്യണമെങ്കിലും എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം, എന്നെ വിളിക്കാം ഈ നമ്പറുകളിൽ. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ പ്ലാനുകളെ കുറിച്ചും പുതിയ ഫിനാൻഷ്യൽ അറിവുകളെ കുറിച്ചുള്ള വീഡിയോസ് ആണ് ഈ ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്.